Ne m'a touché, à part toi, caballero, personne ne m'a touché. La cocaïne, a tué ma femme, je suis une clandestine. അതെ, നാട്ടിലേക്ക് വരുന്നുള്ളവർ വേഗം പറയണം. നിങ്ങൾക്ക് നിൽക്കാനുള്ള സ്ഥലമൊക്കെ സെറ്റാകേണ്ടതല്ലേ. എന്താ പറയാനുള്ള, എല്ലാവരും വരുന്നുണ്ട്. എന്നാ ഓക്കെ, ഞാൻ ചാച്ചനെ വിളിച്ച കാര്യം. നിക്ക് ചാച്ചു, ഞാൻ നാട്ടിലോട്ട് വരുന്നില്ല. എനിക്കിവിടെ കുറച്ച് പണിയുണ്ട്. നിനക്കെന്ത് പണിയാണ്? മിണ്ടാതെ വരടി. സോറി സച്ചു, എനിക്ക് വരാൻ പറ്റില്ല. ഞാനിവിടെയൊക്കെ സെറ്റാക്കിയിട്ട് ഞാൻ വരാം. വീട്ടുകാർ വിടൂലെന്ന് പറഞ്ഞിട്ടാണോ നീ വരാത്തത്? ഞാനെല്ലാം പറഞ്ഞ് സെറ്റാക്കാം. ഏയ്, അതൊന്നല്ലല്ലോ ചായ. ഞാൻ കുറച്ച് നാൾ കഴിഞ്ഞ് വന്നേക്കാം. നിങ്ങൾ പോയിട്ട് വാ. അങ്ങനെയാണെങ്കിൽ ഓക്കെ, ട്രിപ്പ് സെറ്റ്. അപ്പോൾ എപ്പോഴാണ് പോകുന്നേ? അടുത്ത മന്ത് പോകുന്നതല്ലേ നല്ലത്. ഈ മന്ത് എക്സാം അല്ലേ, അത് കഴിഞ്ഞാൽ ലീവാണല്ലോ. അപ്പം നമുക്ക് ലീവിന് പോയാൽ പോരെ? അത് ശരിയാ. ഇപ്പോഴെങ്കിലും ആ തലക്കകത്ത് എന്തെങ്കിലും ഉണ്ടായല്ലോ. എന്നാൽ പിന്നെ ഇനി അങ്ങോട്ട് എക്സാമിൻ്റെ പ്രിപ്പറേഷൻ ആവാം. സോ കുട്ടികളെ, ഇനി അവർ ഇരുന്ന് പഠിക്കട്ടെ. എത്ര പെട്ടെന്നാലേ ഒരു മന്ത് കടന്നുപോയേ. അപ്പോൾ ഇനി 2-3 ദിവസം കഴിഞ്ഞാൽ നമ്മ തിരിച്ചു നാട്ടിലേക്ക്. അതിനു മുമ്പ് ഇവിടെ ചില പരിപാടികളുണ്ട്. അതെന്ത് പരിപാടി? നമ്മളെ റിച്ചുവിനെ ഒരാൾക്ക് സെറ്റാക്കി കൊടുക്കണം അല്ലേ? ഏത് റിച്ചുവിനാ? ഡിക്കോപ്പേ, നിന്നെ തന്നെയാ. എന്നെയാ? ആരായിട്ട് സെറ്റാക്കാൻ? അയ്യോ, ഒന്നും അറിയാതെ നല്ല വെള്ള ചമയല്ലേ നീ. എൻ്റെ റിച്ചു, നമ്മ നിന്നെ ചെറുപ്പം തൊട്ട് കാണാൻ തുടങ്ങിയതല്ലേ. നിനക്ക് നോയലിന് ഇഷ്ടമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എടി, ഞാൻ അത് പിന്നെ മതി കിടന്നുരുളണ്ട. ഇനി ഇവരെങ്ങനെ സെറ്റാക്കും? ഒരു മാസ്റ്റർ പ്ലാൻ വേണമല്ലോ ചാച്ചു. അതിനു മുമ്പ് നോയലിന് ഇവളെ ഇഷ്ടമാണോന്ന് അറിയണ്ടേ? നോയലിന് ഇവളെ ഇഷ്ടമാണ്. ഒരു ദിവസം ജെറിച്ചായം പറയുന്നത് കേട്ടായിരുന്നു. അരേ വാ, അതെന്തായാലും പൊളിച്ച്. അതെ, ഇവിടെ എന്താ നടക്കുന്നതെന്ന് എന്നോടും കൂടെ ഒന്ന് പറയാവോ? ഞാൻ കുറച്ച് വൈകി പോയി. നീ ഈ മായാവിനെ പോലെ ഇടക്കിടക്ക് എവിടെയാണ് പോകുന്നത്? അതുകൊണ്ടല്ലേ നിനക്കൊന്നും മനസ്സിലാവാത്തെ. എനിക്ക് പിന്നെ പറയാം, അടങ്ങിയിരിക്കി. ഓ സോറി ഗൈസ്, ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം. അപ്പോൾ പറഞ്ഞു വന്നത്, ഇനി നമുക്കൊരു മാസ്റ്റർ പ്ലാൻ വേണം. ഞാൻ പറയുന്നത് പോലെ നീ ചെയ്താൽ മതി. ബാക്കിയെല്ലാം നിൻ്റെ കയ്യിൽ. നീ നിൻ്റെ ഫോൺ എടുക്കുന്നു, നോയലിൽ മെസ്സേജ് അയക്കുന്നു, ഒന്ന് കാണണം വരണം എന്നെല്ലാം പറഞ്ഞിട്ട് നീ ചിൽഡ്രൻസ് പാർക്കിൽ പോയിട്ടിരിക്കുന്നു. അവൻ വരുന്നു, സംസാരിക്കും. അല്ല, ഇതിലെന്താ പ്ലാൻ ഉള്ളത്? ഇതന്നെ പ്ലാൻ. ഓൾ ദ ബെസ്റ്റ് മോൾ. ഒന്നും വൈകിക്കണ്ട, എല്ലാം ഇന്നെ ചെയ്ത് തീർത്തോ. എനിക്കിത് പറ്റുമെന്ന് തോന്നുന്നില്ല. എനിക്ക് പേടിയാവണം. അവനെ കാണുമ്പോഴേ എൻ്റെ നെഞ്ചും കയ്യൊക്കെ ഇങ്ങനെ വിറക്കാൻ തുടങ്ങും. അത് പ്രണയത്തിൻ്റെ ഒരു രോഗമാണ് മോളേസേ. ആദ്യമൊക്കെ എങ്ങനെ ഉണ്ടാവും, പിന്നെ ശരിയായിക്കോളും. അയ്യ, പറയുന്നത് കേട്ടാൽ മേഡത്തിന് 5-6 ലവൊക്കെ ഉണ്ടായി, പൊട്ടി, അങ്ങനെ ഒരുപാടുണ്ടായി, അങ്ങനെ ആയതുപോലെയാണല്ലോ. എന്താടി നിനക്കൊക്കെ? ഇതൊക്കെ FF വായിക്കുന്നതിൻ്റെ ഗുണങ്ങളാ. ഗായ്സ്, ഞങ്ങൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഓ സോറി ഗൈസ്. മോളെ റിച്ചു, അപ്പോൾ എനിക്ക് പറയാനല്ലേ ബുദ്ധിമുട്ടുള്ളൂ. നീ ഒരു കാര്യം ചെയ്യ്, ഒരു പേപ്പറിൽ അങ്ങ് ഫുള്ള് എഴുതി വെക്കാം നിൻ്റെ മനസ്സിലുള്ളത്. അവൻ്റെ കയ്യിൽ കൊടുക്കാം. നിനക്ക് അവൻ്റെ അടുത്തിരിക്കാൻ കഴിയില്ല, അവിടെ നിന്ന് ഓടിക്കോ. ഓ എൻ്റെ ചാച്ചു, നിൻ്റെ ഞാനൊരു ഭാവി ലോകം കാണുന്നു. എനിക്ക് നല്ല ഭാവിയുണ്ട്. എനിക്കൊരു ടീച്ചറാവാം മോളെ. ഇങ്ങനെ ക്ലാസ്സൊക്കെ എടുത്തെടുത്ത് കുട്ടികളുടെ ലവ് സെറ്റാക്കി കൊടുക്കാം. ചാച്ചു പറഞ്ഞ ഈ ഐഡിയ ഓക്കെയാണ്. അപ്പോൾ പിന്നെ പറഞ്ഞതൊക്കെ ശുഭമായി നടക്കട്ടെ. എല്ലാവരും നമുക്ക് പോവാം. ഇപ്പം നമ്മുടെ പെൺപിള്ളേരൊക്കെ വീട്ടിലാണുള്ളത്. ആൺകുട്ടികളൊക്കെ പരീക്ഷയ്ക്ക് പോയിരിക്കുകയാണ്. അവർക്ക് എക്സാം കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇനി അവരുടെ അടുത്തേക്ക് പോകാം. റിച്ചു, കത്തൊക്കെ റെഡിയാണോ? എല്ലാം സെറ്റല്ലേ? എല്ലാം സെറ്റാണ് ജിന്നു. എന്നാലും എനിക്കൊരു പേടി. എവിടൊക്കെയോ എന്തൊക്കെയോ. അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളും. കുറച്ച് കഴിയുമ്പോൾ ഫുഡൊക്കെ കഴിയും. റിച്ചു, നീ എത്ര മണിയാകുമ്പോൾ വരാനാ പറഞ്ഞേ? അവർക്കിപ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടാവും. ഞാനൊരു 5 മണിയാകുമ്പോൾ കാണാമെന്നാ പറഞ്ഞേ.
എടി അതിന് ഇപ്പം തന്നെ 4:56 നീ വേഗം ചെല്ലാൻ നോക്ക്. അയ്യോ എന്നാ ഞാൻ വേഗം പോട്ടെ. റിച്ചു ഓൾ ദി ബെസ്റ്റ്. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അപ്പ വിളിക്കണം. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് പിള്ളേരൊക്കെ വന്നു. നിച്ചുമോളെ ചെറിച്ചനിത്തിരി വെള്ളം തായോ. ഒന്ന് പോടാ അവിടെ നിന്ന്, വേണലെടുത്ത് കുടിക്ക്. സാരമില്ലടാ അളിയ, നമുക്ക് ശരിയാക്കാം, പോട്ടെ. നീ മിണ്ടരുത്. നീ ഒറ്റടുത്ത കാരണം എനിക്കിപ്പോൾ എൻ്റെ കൊച്ചിൻ്റെ ഇപ്പം സമയം ചിലവഴിക്കാൻ കഴിയാത്തത്. നീയോ അവളെ നീ ഇപ്പം സെറ്റാക്കിക്കോളാം. അല്ലെങ്കിൽ ഞാൻ ഇപ്പം ചെന്ന് ചാച്ചനോട് പറയും, ചാച്ചോ ചാച്ചോ. എടാ കോലമാടാ, നിനക്കെല്ലാം അന്ത്യം കണ്ടിട്ട് അടങ്ങത്തുള്ളൂ. അയ്യോ അന്ന് കിസ് അടിച്ചതിന് ശേഷം അവളെ ചെകിടടിച്ച് പൊട്ടിച്ചതാ. ഇനി ഇതും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അവളെന്നെ വലിച്ചു കയറിയ ഭിത്തിയിലോട്ട് ചെയ്യും. എടാ വിട്ടേക്കടാ, ഞാൻ ചുമ്മാ പറഞ്ഞതാ. സാറിന് ഞാനെല്ലാം ശരിയായിക്കടാ, ഒന്നും മിണ്ടാതിരിയണം. ആരാ എന്നെ വിളിച്ചേ? അയ്യോ ആരും വിളിച്ചില്ല ചാച്ചു. അയ്യോ ഇന്ന് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. യു ആർ ലുക്കിംഗ് സോ ബ്യൂട്ടിഫുൾ ടുഡേ. ഓ അത് നീ പറഞ്ഞറിയേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. ഐ നോ ഐ എം ബ്യൂട്ടിഫുൾ. ആണോ? എന്നാ നീ പോയിക്കോ. അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ കിസ് അടിച്ചെന്ന് വെച്ചിട്ട്. എന്താ പറഞ്ഞേ? ഒന്നുമില്ല, നീ പോയിക്കോ. അല്ല നോയത് വന്നില്ലേ? ഇല്ല, അവന് ആരെയോ കാണണമെന്നാ, എവിടെയോ പോണെന്നൊക്കെ പറഞ്ഞു പോയി. ഓ ദാറ്റ്സ് ഗുഡ്. ഇവിടെ എന്താ പെട്ടെന്ന് നോയലിനൊക്കെ ചോദിച്ചിട്ട് പോയേ? ജെറി എന്തോ ഉണ്ടല്ലേ. ജെറി എവിടെ പോയി? ഓ നിച്ചുവിൻ്റെ അടുത്ത് പോയി. ഇത് കുറെ സമയമായല്ലോ ഞാനിവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. ചാച്ചു നിച്ചു ഇതെവിടെ പോയി? റിച്ചുനെ കാണാൻ കുറെ സമയമായല്ലോ. എടി അവർ തമ്മിൽ സെറ്റായി ചിലപ്പോൾ ഡേറ്റിംഗ് ഒക്കെ കഴിഞ്ഞായിരിക്കും വരിക. അപ്പോൾ നീ സമാധാനമായിട്ട് ഇരിക്കേ. അത് ശരിയാ, അവരൊരുമിച്ച് വന്നോളൂ. നിങ്ങളിതെന്താ എന്തൊക്കെയോ പറയാൻ തുടങ്ങിയിട്ട് കുറേ നേരമല്ലോ. എന്തൊക്കെയോ ഉണ്ട്. എന്താ സംഭവം? സംഭവ ബഹുലമായ കുറേ കാര്യങ്ങൾ ഈ ഭൂമിയിൽ നടക്കുന്നുണ്ട്. അതൊക്കെ അറിയണമെന്ന് വെച്ചാൽ അതെങ്ങനെ ശരിയാ? അത് കാര്യമാണ്. ഇവർക്ക് രണ്ടാക്കാണോ വട്ട്, അല്ല നമുക്കാണോ? നിച്ചുമോളെ എന്നോട് ക്ഷമിക്കും നിച്ചുമോളെ. ഇനി ഞാൻ അങ്ങനെ ചെയ്യില്ല നിച്ചുമോളെ. എന്നോട് നേരമണം. നീ എന്നോട് മിണ്ടണ്ട, എനിക്ക് നിന്റെ ഒന്നും കേൾക്കാനുമില്ല. ചാച്ചു ഞാൻ റൂമിൽ പോവാണ്. ഞാനും വരും. അല്ല ഇവിടെ ഇപ്പം എന്തുണ്ടായേ? ഒരു യുദ്ധത്തിൻ്റെ മണം മണക്കുന്നില്ലേ എന്നൊരു ഡൗട്ട്. അതെ, നമ്മളെ കൂടി ഉണ്ടായ 2 മിസ്സിങ് അല്ലേ, നോയലിനെ റിച്ചുവിന്. അവർ വന്നോളും, നിങ്ങളുടെ അതോർത്ത് പേടി. അത് നോയൽ വരുന്നു. അല്ല റിച്ചു ഓടിച്ചു. അതെ റിച്ചു. എന്ത് പറ്റി ഗായ്സ്, നിങ്ങളൊക്കെ എന്താ ഇങ്ങനെ നോക്കുന്നേ? നോയലെ റിച്ചു ഓടിച്ചു. റിച്ചു എൻ്റെ കൂടെ ഇല്ല. നിച്ചു ഞാൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. ഞാൻ എന്തിനാ ഇങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞാൽ നീ ഞെട്ടും. അതെന്താ അത്ര വലിയ സംഭവം? ലല്ലുവിന് ചാച്ചുവിനെ ഇഷ്ടവാ, ഇതാണ് സംഭവം. ഓ നോ. അപ്പോൾ നിങ്ങൾ പറയുന്നത് അവളെന്നെ കാത്തിരിപ്പായിരുന്നു? ഓ നോ, എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഞാൻ ചെല്ലട്ടെ. എടാ നേരം വൈകിയില്ലേ, ഞാനും വരണോ? നീ അവിടെ പോന്നാ അടിക്കടാ. നോയലെ നീ പോയിട്ട് വാ. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും എനിക്കിതാണല്ലോ വിധി. ഒരു നല്ല കാര്യം ചെയ്യാന്ന് വെച്ചാൽ അതും സമ്മതി. എന്താടി നീ എട്ടാത്തെ? ജെറിച്ചായ ഇത് നടക്കില്ല. ഇവളിതെവിടെ പോയിരിക്കുക? ദാ ഇവിടെ. പാവം കാത്തിരുന്ന് ഉറങ്ങിപ്പോയി. ഇതെന്താ കത്ത്? അതെടുത്തവൻ വായിക്കാൻ തുടങ്ങുന്നു.